വിളിച്ചു പറയാ, നീ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ കാണണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. പക്ഷെ നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്നോടൊപ്പം വസിക്കുവാൻ, നിന്നോടൊപ്പം കഴിയുവാൻ, നിന്നോടൊപ്പം അത്താഴം കഴിക്കുവാൻ. ഇന്ന് പരിശുദ്ധമ കൈമാറുകയാ. ആരുടെയോ കൂടെ നടക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യം കൊതിക്കുകയാ. ഹല്ലേലൂയ. ആരുടെയോ കൂടെ നടക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യം ഈ പ്രാരംഭത്തിൽ വെമ്പൽ കൊള്ളുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ആ സാന്നിധ്യം വേണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്ക് ആ സാന്നിധ്യം വേണമെന്ന്. ഓ ഹല്ലേലൂയ. നിന്നോടൊപ്പം കഴിയുവാൻ ആഗ്രഹിക്കുന്ന ആ സാന്നിധ്യത്തെ, നിന്നോടൊപ്പം വസിക്കുവാൻ. ഹല്ലേലൂയ. പറയ സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, നീ വേഗം ഇറങ്ങി വാ. കാണാൻ ആഗ്രഹിച്ച ആളിന്റെ വീടിനകത്ത്. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ചിലരുടെ കൂടാരത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കടന്നു വരികയാ. ചിലരുടെ വീടിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ആ സാന്നിധ്യത്തെ നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത്. എത്ര പേർ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ആ സാന്നിധ്യം വേണം, എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കണം. ഓ, എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കണം, എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കണമെന്ന്. ദൈവമക്കളെ, നമ്മൾ ഹൃദയത്തിൽ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അതിലും ശ്രേഷ്ഠകരമായ കർത്താവ് പ്രവർത്തിക്കുന്നത്. സക്കായി ഒന്ന് കാണാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ കുറിവാക്യം അതല്ലെങ്കിലും എന്തോ പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് സംസാരിക്കാൻ പറയുന്നു. ഒന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ, കാണണമെന്ന്. പക്ഷെ നോക്കിക്കേ, ആ മനുഷ്യൻ്റെ അകത്തെ ആഗ്രഹം, ഹൃദയത്തിലെ ചിന്ത അറിഞ്ഞപ്പോൾ പറയണേ, ഞാൻ ഇന്ന് നിൻ്റെ കൂടെ വരിക എന്ന്, ഞാൻ നിന്റെ കൂടാരത്തിനകത്ത് വരികയാണെന്ന്. ഹല്ലേലൂയ. ഞാൻ നിന്റെ വീടിനകത്തേക്ക് വരികയാ. നിന്റെ വീടിൻ്റെ അവസ്ഥ എനിക്ക് പ്രശ്നമല്ല, നിന്റെ വീടിൻ്റെ ഹല്ലേലൂയ സൗകര്യങ്ങൾ എനിക്ക് പ്രശ്നമല്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ വീടിൻ്റെ സെറ്റപ്പ് ദൈവത്തിന് പ്രശ്നമല്ല, അതിൻ്റെ ഹല്ലേലൂയ വിശാലത ദൈവത്തിന് പ്രശ്നമല്ല. ഈ രാത്രി നീ കാണാൻ ആഗ്രഹിച്ചാൽ, ഈ രാത്രി നീ കാണാൻ ആഗ്രഹിച്ചാൽ, നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന് വസിക്കുന്ന ദൈവ സാന്നിധ്യം. ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ സാന്നിധ്യം അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നു രാത്രി പറയണം, കർത്താവേ, എന്റെ വീടിനകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണമെന്ന്. എൻ്റെ വീടിനകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണം, എൻ്റെ വീടിനകത്ത് അങ്ങൊന്ന് ഇറങ്ങി വരണം. പ്രാർത്ഥിക്കുന്നവരുടെ മേൽ തുടർന്നുള്ള മിനിറ്റുകളിൽ ആ സാന്നിധ്യം ശക്തിയോടെ ചലിക്കും. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ നമുക്കൊരു വേദഭാഗം വായിക്കാം. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വേദഭാഗം. ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വേദഭാഗം. ആമേൻ. താങ്ക് യു സുനി ആൻറ്റി. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും ആ വേദഭാഗം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഭാഗം പിടികിട്ടി, അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ പ്രാരംഭത്തിലൊരു ഭാഗം മാത്രം പറഞ്ഞ് കഴിഞ്ഞ രാത്രി പരിശുദ്ധ ആത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു വേദഭാഗമാണ്, ഒരു ചിന്തയാണ്. ഹല്ലേലൂയ. അത് മാത്രം പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ല. ആമേൻ. കരമുയർത്തി ഉറപ്പുള്ളവർ ഹല്ലേലൂയ ഒരു ദൈവത്തെ മഹത്വം കൊടുത്താട്ടെ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന
മറ്റൊരു ദൈവമില്ല. ആമേൻ, ഹല്ലേലൂയ. വായി തുറന്ന പദമെന്ന് പറ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല. വചനം എഴുതി വച്ചിരിക്കുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുക, രക്ഷ പ്രാപിക്കുക വേറൊരു നാമമില്ല. ദാനിയേൽ പ്രവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഈ വിധത്തിൽ രക്ഷിക്കുവാൻ മറ്റൊരു ദൈവമില്ലെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് നിന്റെ പ്രശ്നത്തിൽ ഈ വിധത്തിൽ രക്ഷിക്കുവാൻ മറ്റൊരു ദൈവമില്ല? പലയിടത്തും ഓടിപ്പോയി പരാജയപ്പെട്ടു, പലതിൻ്റെയും മുന്നിൽ മുട്ടുകുത്തി, പലതിൻ്റെയും മുന്നിൽ ചെയ്യാവുന്ന സകല കാര്യങ്ങളും ചെയ്തു പരാജയപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണോ, തകർന്ന വ്യക്തിയാണോ? ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, എന്നാൽ നിന്റെ വിഷയത്തിനകത്ത് വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രതിസന്ധിക്കകത്ത് ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വചനം മറ്റൊരു ഭാഗം എഴുതി വെച്ചിരിക്കുക, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളൂ. നീ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, നീ വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വിധത്തിൽ നിന്നെ രക്ഷിക്കുവാൻ ലോകത്താർക്കും കഴിഞ്ഞില്ലെങ്കിലോ, ലോകത്താർക്കും കഴിയത്തില്ല. ദൈവമക്കളെ, നിന്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി വന്ന് നിനക്ക് പൂർണ്ണമായ പരിഹാരം കണ്ടെത്തി തരാൻ ലോകത്തിന്റെ ഒരു സാധ്യതകൾക്കും കഴിയത്തില്ല. അത് നീ ആരാധിക്കുന്ന ദൈവത്തിനെ കഴിയത്തുള്ളൂ, നീ കരമടിക്കുന്ന ദൈവത്തിനെ കഴിയത്തുള്ളൂ, നീ സ്തുതിക്കുന്ന ദൈവത്തിനെ കഴിയത്തുള്ളൂ. പ്രശ്നത്തിന്റെ നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ പലരോടും നീ സഹായം ചോദിച്ചില്ലേ, പല കണ്ണുകളിലേക്ക് നീ നോക്കിയില്ലേ, പക്ഷെ പലർക്കും ദയ തോന്നാതിരുന്നപ്പോൾ ഈ വിധത്തിൽ നിന്നെ രക്ഷിക്കുവാൻ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. എത്ര പേര് ഇന്ന് രാത്രി, എനിക്കറിയത്തില്ല, ചിലരുടെയൊക്കെ വീടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ചില പ്രശ്നങ്ങൾക്കകത്തൊക്കെ കർത്താവിന്റെ കരം ഇറങ്ങുകയാ. ചില ചീച്ചൂളക്കകത്തൊക്കെ ദൈവത്തിന്റെ കരം ഇറങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിച്ചു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ലായ്ക കൊണ്ട് ഏതു ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ആരെങ്കിലും ശന്ദ്രക്കിനെയോ മേശക്കിന്റെയോ അബേന്ദ്ര ഗോപിന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ നോക്കിക്കേ, ചരിത്രം തിരിയുന്നത്. നീ യഥാർത്ഥമായി ദൈവ സാന്നിധ്യത്തിന് നിന്നുകൊടുത്താൽ, നീ യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിന്നാൽ, വിട്ടുമാറാതെ നിന്നാൽ, പ്രതികൂലത്തിന്റെ നടുവിലോ ഈ വചനത്തെ മുറുകെ പിടിച്ചാൽ, ഈ വചനം മാറാതെ നീ ഹല്ലേലൂയ നെഞ്ചോട് ചേർത്തു നിന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കുവാൻ കഴിയുന്ന പ്രതികൂലമില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, കഷ്ടത ഇല്ലെന്നല്ല, പക്ഷെ വചനം മുറുകെ പിടിക്കുക, വചനം മുറുകെ പിടിക്കുക. ഈ വിധത്തിൽ നിന്നെ രക്ഷിക്കുവാൻ മറ്റൊരു ദൈവത്തിന് കഴിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രതികൂലം വരുമ്പോ, പ്രതിസന്ധി വരുമ്പോ, കർത്താവേ ഞാൻ തീച്ചൂളയുടെ നടുവിലാ, ഹല്ലേലൂയ എനിക്ക് നിന്നെ ആരാധിക്കാൻ പറ്റത്തില്ലെന്ന് പറയണ്ട. തീയുടെ ചൂട് എത്ര വലിയതായി കൂട്ടിയാലും നീ വിശ്വസിക്കുക, ഇതിൻ്റെ നടുവിലും നിന്നെ വിടുവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്, ഇതിൻ്റെ നടുവിലും നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. എന്തോ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ ചിലരെ നോക്കി പ്രവചനാത്മാവിൽ കൈമാറുകയാ. വെന്തുപോകുന്ന തീയുടെ ചൂടിനകത്തോ, വെന്തുപോകുന്ന സാഹചര്യത്തിനകത്തോ, നിന്നെ കൊന്നുകളയുന്ന പ്രതിസന്ധിയുടെ നടുവിലോ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ആത്മാവിൽ നിങ്ങൾ ഇരിക്കുന്ന റൂമുകൾക്കകത്ത് അത് ഹല്ലേലൂയ തിരിച്ചറിയുന്ന ദൈവജന കരമടിക്കാമെങ്കിൽ കരമടിച്ച് തീച്ചുളയുടെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല, പ്രതിസന്ധിക്കകത്ത് നീ ഒറ്റയ്ക്കല്ല, കഷ്ടതയുടെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല. നീ പോലും അറിയാതെ നിന്നെ താങ്ങുന്ന ഒരു
ഹല്ലേലൂയ. ഓ റിബലബശംദരാദര. ഇവിടെ ശന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 ചെറിയപ്പക്കാർ. ഹല്ലേലൂയ. അവർക്കെതിരെ രാജാവ് വലിയൊരു ഹല്ലേലൂയ ഒരു ഓർഡർ ഇടുക. വചനം അറിയാവുന്ന ദൈവജനമായതുകൊണ്ട് ഞാൻ എടുത്ത് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കരുത്, നിങ്ങൾ ഈ ദൈവത്തെ ആരാധിക്കരുത്. ഹല്ലേലൂയ. വലിയൊരു ഓർഡർ ഇട്ടു. പക്ഷേ ഇവരറിഞ്ഞ വിശ്വാസത്തിൽ ഇവർ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. എന്തോ പരിശുദ്ധാത്മാവ് എന്നോട് ഇതിനകത്തിരിക്കുന്ന ആരെയോ നോക്കി പ്രവചിക്കുകയാ. പ്രതികൂലം, പ്രതിസന്ധി, വീടിനകത്ത് ഹല്ലേലൂയ ഒറ്റപ്പെട്ട വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ വചനത്തെ മുറുകെ പിടിച്ചാൽ മതി. കർത്താവ് പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇറങ്ങി വരും, കർത്താവ് പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. നീ അനുഭവിക്കുന്ന തീച്ചൂള അതിനകത്ത് ഹല്ലേലൂയ നീ ഒറ്റയ്ക്കല്ലെന്ന് എന്തോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരോടോ കൈമാറുകയാ. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നിനക്ക് വേണ്ടി കൂടെ നടക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. സൂസൻ ജേക്കബ് ആന്റി പരിശുദ്ധാത്മാവ് കൈമാറുന്നു. ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഹല്ലേലൂയ ഈ രാത്രി തിരിച്ചറിയുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്നെ കൊണ്ട് ഓടറിട്ടവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്ന ചൂടാലബറബ ശംദര പ്രബരഗടഗസിയ ഇവർക്കെതിരെ ഓർഡർ ഇട്ടു. ഇവർ ഈ ദൈവത്തെ മറന്നില്ലെങ്കിൽ തീച്ചുളക്കകത്ത് ഇവരെ തള്ളിയിടാൻ. തീക്കകത്തേക്ക് രാജാവിൻ്റെ വലിയ ഓർഡറൊക്കെ വന്നെങ്കിലും ഇവരാ പിടിച്ച വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിന്നു. ഇവരതിനകത്ത് മുറുകെ പിടിച്ചു നിന്നു. കാരണം ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഞങ്ങളെ വിടിവിപ്പാൻ, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിപ്പാൻ ശക്തനാ. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ച് പറയാം, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതിസന്ധിയില്ലേ, കടന്നു പോകുന്ന പ്രതികൂലമില്ലേ, മുന്നിൽ നിൽക്കുന്ന വൻമതിലില്ലേ, അതിനെ നോക്കി നീ ആത്മാവിൽ നിന്റെ നാവ് കൊണ്ട് പറയണം, ഈ പ്രതിസന്ധിക്കകത്ത് എന്നെ വിടുവിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന്. ഓ ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിനകത്ത് എന്നെ വിടുവിപ്പാൻ എൻ്റെ ദൈവം ശക്തനാ. അനിലാൻറ്റി അത് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ തിരിച്ച് ചിലതിനെ കൊണ്ട് പറയിപ്പിക്കത്തക്ക നിലയിൽ കൂടാരത്തിനകത്ത് ദൈവപ്രവൃത്തി ദൈവം ചെയ്യും. ഹല്ലേലൂയ. നിനക്കെതിരെ ആര് പറഞ്ഞോ, നിനക്കെതിരെ ആരോർഡർ ഇട്ടോ, നിനക്കെതിരെ ആര് ഹല്ലേലൂയ പറഞ്ഞോ, അവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കത്തക്ക നിലയിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. നിനക്കെതിരെ ഹല്ലേലൂയ പറഞ്ഞവർ തിരുത്തി പറയുന്ന ഈ രാജാവ് പറഞ്ഞു, ഇവരെ തീക്കകത്തേക്ക് തള്ളിയിട. രാജാവിൻ്റെ കൽപ്പനയല്ലേ, കറക്റ്റായിട്ട് കൽപ്പന അതുപോലെ വന്നു. ശന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, 3 ചെറുപ്പക്കാരെ നിങ്ങൾക്ക് പേടിയില്ലേ? പേടി തോന്നിയില്ലേ? ഹല്ലേലൂയ. പേടിയില്ലാതെ അവരെ തീക്കകത്തേക്ക് തള്ളിയിടപ്പെട്ടു. ദൈവമക്കളെ, നമുക്കെതിരെ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നമ്മൾ ആയിരുന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പക്ഷേ ആ സാഹചര്യത്തിൻ്റെ നടുവിലും ഈ സഹോദരന്മാർ 3 പേരും ഹല്ലേലൂയ ധൈര്യത്തോടെ നിൽക്കുകയാ. ഹല്ലേലൂയ. കുറച്ച് ടൈം കഴിയുമ്പോൾ 3 പേരുടെ കൂടെ മറ്റൊരാളും കൂടെ നടക്കുകയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്കുത്തരമരുളും. നീ അറിയാത്തതും നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തതും നിന്റെ നിരൂപണത്തിൽ ഇല്ലാത്തതും നിന്റെ ഇമാജിനേഷനിൽ ഇല്ലാത്തതുമായ വിടുതലുകൾ നോക്കിക്ക, തീക്കകത്തിറങ്ങി വന്ന് രക്ഷിക്കുക. വായിച്ചു വിടാൻ ഭയങ്കര എളുപ്പമാ. ഹല്ലേലൂയ. പാട്ടുണ്ട്. ഹല്ലേലൂയ. എരിയും തീച്ചൂള എതിരായി വന്നാൽ, ശന്ദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ടാൽ
പാട്ടുകാരൻ പറയുന്നു, എന്നോട് കൂടെ അഗ്നിയിലിറങ്ങി വെന്തിടാതെ എൻ പ്രിയൻ വിടുവിക്കും. ഹല്ലേലൂയ. ആ തീച്ചൂളക്കകത്ത് ഇറങ്ങി വരാൻ ഭൂമിയിൽ വേറെ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിനകത്ത് തീയുടെ ഹല്ലേലൂയ മണം തട്ടുമ്പോൾ വേണ്ട, ഒരു തീ എവിടെങ്കിലും കണ്ടാല് ഹല്ലേലൂയ നമ്മൾ അവിടുന്ന് എത്ര അടി ദൂരത്തിൽ മാറിപ്പോകാമോ അത്രയും ദൂരത്തിൽ മാറിപ്പോകും. പക്ഷെ ഈ 3 ചെറുപ്പക്കാരുടെ കൂടെ 4-മനായി കർത്താവ് ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. ഇത് കാണുന്ന രാജാവിന് മനസ്സിലായി, ഇവരാരാധിക്കുന്ന ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇതവരാരാധിക്കുന്ന ദൈവത്തിന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നീ ആരാധിക്കുന്ന ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന്. നിന്റെ പട്ടണം കാണാൻ തുടങ്ങുകയാ. നീ ആരാധിക്കുന്ന ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന്. നിന്റെ ദേശം കാണാൻ തുടങ്ങുക. നീ ആരാധിക്കുന്ന ദൈവത്തിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് നിന്നെ ഹല്ലേലൂയ ശപിച്ചവർ കാണാൻ തുടങ്ങുകയാ. നീ ആരാധിക്കുന്ന ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് നിനക്കെതിരെ പദ്ധതി ഒരുക്കിയവൻ അറിയാൻ തുടങ്ങുകയാ. പരിശുദ്ധ ആത്മാവ് എന്നോട് ഇങ്ങനെ ഒരു പദം പറയുന്നു. ചില ദിവസങ്ങളിൽ, ഇനിയുള്ള ചില ദിവസങ്ങൾ നിങ്ങളിലെ കൂടാരത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം, വെളിപ്പെടുന്ന വിടുതലുകൾ ചില ദേശം അറിയാൻ തുടങ്ങുകയാണെന്ന്. ആ കൂടാരത്തിനകത്ത് എന്തോ ഒരു പ്രത്യേകത നടക്കുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കകത്ത് എന്തോ ഒരു വിടുതൽ നടക്കുന്നു. അവരുടെ ജീവിതത്തിനകത്ത് എന്തോ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് എന്തോ വിടുതലുകൾ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, ചിലരുടെ വിഷയത്തിന്റെ കൂടെ കർത്താവ് രാത്രി ഇറങ്ങുകയാ. ചിലരുടെ വിഷയത്തിന്റെ കൂടെ ഈ പ്രതികൂലത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല കേട്ടോ. ഈ പ്രതിസന്ധിക്കകത്ത് നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് എനിക്ക് ആ പദം പറയണമെന്നുണ്ട്. ഹല്ലേലൂയ. ഈ പ്രതികൂലത്തിനകത്ത് നീ ഒറ്റയ്ക്കല്ല. ഇന്ന് രാത്രി എത്ര തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾ ഇരിക്കുന്ന റൂമിനകത്ത് ഒരദൃശ്യമായ കരം ഇറങ്ങി വരുന്നത്, ഒരദൃശ്യമായ സാന്നിധ്യം. സന്ധ്യ സിസ്റ്റർ സ്വീകരിച്ചോ. ഈ മിനിറ്റുകളിൽ ആ റൂമിനകത്ത് ഒരു അദൃശ്യ സാന്നിധ്യം ഇറങ്ങി വരികയാ. തീച്ചൂളയുടെ നടുവിൽ നീ ഒറ്റയ്ക്കല്ല. നിന്നെ വെന്തു പോകാമെന്ന് പിശാച് എഴുതിയ പദ്ധതിക്കകത്ത് നീ ഒറ്റയ്ക്കല്ല. അതിന്റെ കൂടെ നടക്കുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം. ചില ദേശം തിരിച്ചറിയാൻ തുടങ്ങുകയാ. ചില കുടുംബങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുകയാ. ചില വ്യക്തികൾ തിരിച്ചറിയാൻ തുടങ്ങുകയാ. കഴിഞ്ഞ മിനിറ്റുകളിൽ എല്ലാവരും നോക്കി നിന്നത് എന്താണെന്ന് അറിയാമോ? കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ചാരം കാണുമെന്ന്, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കരിക്കട്ട കാണുമെന്ന്. ഇത് കാണാൻ കാത്തിരുന്നവന്റെ നടുവിൽ, ഇത് കാണാൻ നോക്കി നിന്നവരുടെ നടുവിൽ നീ പോലും അറിയാത്തൊരു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ തകർക്കുവാൻ നോക്കി നിന്നവരില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ തീക്കകത്തേക്ക് തള്ളിയിട്ടപ്പോ ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ? അടുത്ത മിനിറ്റുകൾ കഴിയുമ്പോ കുറച്ച് ചാരം അവിടെ കാണൂ. പക്ഷെ ഞാൻ ഇന്ന് ആത്മാവിൽ പ്രവചിക്കാം, ഹല്ലേലൂയ, ഓർഡർ ഇട്ടവനല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ഓർഡർ ഇടുന്നവനല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ആഭിചാരം ചെയ്യുന്നവനല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. നിനക്കെതിരെ പ്രവർത്തിക്കുന്നവനല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. നിനക്കെതിരെ നിൽക്കുന്നവനല്ല, നിനക്കെതിരെ അപവാദം പറയുന്നവനല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. നിന്റെ ഭാവി തീരുമാനിക്കുന്നത്, നിന്റെ തലമുറയുടെ ഭാവി തീരുമാനിക്കുന്നത് ഉയരത്തിലെ കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോ 3 ചെറുപ്പക്കാരുടെ ഡെഡ് ബോഡി കാണാൻ നോക്കിയിരുന്നവരാ. 3 ചെറുപ്പക്കാരുടെ ഡെഡ് ബോഡി കാണാൻ കാത്തിരിക്കുകയാ.
പക്ഷെ ചരിത്രം മാറുന്നു. ചരിത്രമോ എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവനോട് പ്രവചിക്കുന്നു, ശത്രുക്കൾ ഒരുക്കിയ പദ്ധതിക്കകത്തു നിന്ന് ഇന്ന് ചിലർ ആത്മാവിൽ പുറത്തു വരികയാ. പിശാച് നിന്റെ മേലിട്ടിരിക്കുന്ന കവറുകളെ പൊട്ടിച്ചു കളഞ്ഞ്, പിശാച് നിന്റെ മേലിട്ടിരിക്കുന്ന കവറുകളെ പൊട്ടിച്ചു കളഞ്ഞ് ആത്മാവിൽ ഇന്ന് രാത്രി ചിലർ കയറുന്നു. ഈ ദൂതനെ വിട്ടുകളയരുത്. ഹല്ലേലൂയ. ഈ ദൂതനെ മിസ് ചെയ്യരുത്. ആത്മാവിൽ കയറുന്ന ചൂടാലമന ഹസ്തരാധര. പിശാച് നിനക്ക് മുകളിലിട്ടിരിക്കുന്ന ചില രേഖകളുണ്ട്. പിശാച് നിനക്ക് മുകളിലിട്ടിരിക്കുന്ന ചില പ്ലാനുകളുണ്ട് നിന്നെ തകർക്കാം. ഹല്ലേലൂയ. തീയുടെ ചൂട് എത്ര അങ്ങോട്ട് കൂട്ടാമോ അത്രയും കൂട്ടിയാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ രോമത്തിനു പോലും ഹല്ലേലൂയ ഒരു ദോഷവും തട്ടത്തില്ലെന്ന് ഇന്ന് നീ ആത്മാവിൽ പറ. ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് രാത്രി ചിലരുടെ കൂടാരത്തിനകത്തു നിന്ന് ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു മാറുന്നു. പിശാച് നിനക്കെതിരെ ഇട്ട ചില പദ്ധതികൾ, ചില അനർത്ഥങ്ങൾ, ചില അപകടങ്ങൾ ആത്മനിറവ് നിറഞ്ഞ ഈ അന്തരീക്ഷത്തിനകത്തു നിന്ന് ഇന്ന് രാത്രി ചിലർ പുറത്തു വരികയാ. ചില അപകടങ്ങൾ വഴിമാറുതെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു. നിന്നെ തള്ളിയിടുവാൻ നോക്കുന്ന, നിന്നെ വീഴ്ത്തുവാൻ നോക്കുന്ന, അങ്ങനെ പിശാചിട്ട പദ്ധതികൾ ഇന്ന് രാത്രി സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ വിധത്തിൽ വിടുവിപ്പാൻ നിനക്കൊരു ദൈവമുണ്ട്. ഈ വിധത്തിൽ നിന്നെ രക്ഷിപ്പാൻ, നിന്റെ തീച്ചൂളക്കകത്തിറങ്ങി വരുവാൻ, അതിന്റെ കഷ്ടതക്കകത്തിറങ്ങി വരുവാൻ വചനം എഴുതി വച്ചിരിക്കുക. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലോ നീ എന്നെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. ഞാൻ കഷ്ടതയുടെ നടുവിലാ, പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, എന്റെ ദൈവം എന്നെ വീണ്ടും ജീവിപ്പിക്കുമെന്ന്. ഈ തീക്കകക്ക് 7 മടങ്ങ് അല്ല, ഇനി 70,000 മടങ്ങ് വന്നാലും എന്റെ തമ്പുരാൻ അനുവദിക്കാതെ എന്റെ രോമത്തിനു പോലും ചില തലമുറകളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ. ദൈവനാമത്തിനു വേണ്ടി നിൽക്കേണ്ട ചില തലമുറകൾക്ക് മുകളിൽ പിശാചിടുന്ന പദ്ധതികളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം പൊളിക്കുകയാ. ആത്മാവിൽ ചിലത് കയറി വരുന്ന സീസൺ. ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന്, ദൈവനാമത്തിന് വേണ്ടി നിൽക്കേണ്ടതിന്, അല്ലെങ്കിൽ വാഗ്ദത്തമുള്ളതിന് 3 എണ്ണത്തെ കൂടെ കൂട്ടിക്കെട്ടി തീക്കകത്തിട്ടിരിക്കുകയാ. ഇതേ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും മാതാക്കൾ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നീ നിന്റെ തലമുറയെ നോക്കി പറ, ഈ വിധത്തിൽ രക്ഷിപ്പാൻ, ഈ വിധത്തിൽ എന്റെ തലമുറയെ പുറത്ത് കൊണ്ടുവരുവാൻ, ഈ വിധത്തിൽ എന്റെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ എനിക്കൊരു ദൈവമുണ്ട്. എനിക്കറിയത്തില്ല, പിശാചിട്ട ചങ്ങലകളെ പൊട്ടിച്ച് ചില തലമുറകൾ ആത്മാവിൽ കയറി വരുന്നു. ശാലി സിസ്റ്റർ സ്വീകരിച്ചോ എനിക്കറിയത്തില്ല. കുഞ്ഞിന്റെ മേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. അവന്റെ കാലുകളിൽ നിന്ന് പിശാചിട്ട ചില ചങ്ങലകൾ പൊട്ടിമാറി. ഈ വിധത്തിൽ രക്ഷിക്കുവാൻ, ഈ വിധത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആമേൻ. രാജാവ് ഓർഡർ ഇട്ടു ഇവരെ തീക്കകത്തിടുവാൻ. തീക്കകത്ത് വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നോക്കുമ്പോൾ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് കാണുന്നു. ഓ ഹല്ലേലൂയ. 3 പേരാ കിടന്നത്, 3 പേരെയാ ഇട്ടത്. ഹല്ലേലൂയ. കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ തീക്കകത്ത് 4 പുരുഷന്മാർ. ഓ അവിടെ എഴുതി വച്ചിരിക്കുകയാ, 4-ാമന്റെ രൂപ ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഓ എനിക്കറിയത്തില്ല, ഹല്ലേലൂയ, നിന്റെ വിഷയത്തിനകത്ത് ദൈവപുത്രനോടൊത്തിരിക്കുന്ന അല്ല, സാക്ഷാൽ ദൈവപുത്രൻ ഇറങ്ങി വന്ന് നിന്റെ കൂടാരത്തിനകത്ത് ഇനിയുള്ള മണിക്കൂറുകളിൽ അത് കാണാൻ തുടങ്ങുകയാ. നിന്റെ വിഷയത്തിനകത്ത് ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള മിനിറ്റുകൾ അത് വെളിപ്പെടാൻ. ഹല്ലേലൂയ. ഇപ്പൊ നോക്കുമ്പോ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ദൈവപുത്രനോട് ഹല്ലേലൂയ ഒത്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. എന്നിട്ട് നെബൂഖദ്നേസർ എന്ത് ചെയ്യുന്നറിയാമോ? എരിയുന്ന തീച്ചുളിയുടെ വാതിൽക്കൽ അടുത്തു ചെന്നിട്ട് വിളിക്കുക, അത്യുന്നത ദൈവത്തിൻ്റെ ദാസനായ ശദ്രക്കേ, മേശക്കേ, അബേദ്നെഗോവേ, പുറത്തു വരുവിൻ എന്ന് കൽപ്പിച്ചു. ഇവരെ എന്തിനാ ഇട്ടത്? തീക്കകത്ത് വെന്തു പോകാൻ. ഇപ്പൊ പറയുകയാണേ, പുറത്തു വരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് മുകളിൽ മണ്ണിട്ടവനെ കൊണ്ട് തമ്പുരാൻ തിരിച്ചു വിളിപ്പിക്കും. എത്ര പേർക്ക് ഈ ദൂത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നിനക്ക് മുകളിൽ നീ അവസാനിക്കണമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ മണ്ണിട്ടവൻ്റെ ഹല്ലേലൂയ അവൻ്റെ നാവ് കൊണ്ട് തിരിച്ചു വിളിപ്പിക്കുന്ന ഹല്ലേലൂയ. വായിച്ചു വന്ന കുറിവാക്യം, ഇവരെ കൊന്നുകളയാൻ ഓർഡർ ഇട്ട ആളിപ്പോൾ പറയുകയാണേ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ, അവരുടെ ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണമായി ശകലിക്കുകയും അവൻ്റെ വീട് കുപ്പക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിധി കൽപ്പിച്ചിരിക്കുന്നെന്ന്. ഹല്ലേലൂയ. നോക്കിക്കേ, തമ്പുരാൻ തിരിച്ചാൽ ഹല്ലേലൂയ, ദൈവം തിരിക്കാൻ തുടങ്ങിയ. ഹല്ലേലൂയ. ആദ്യം എന്താ ഓർഡർ? നിന്നെ തീച്ചുളക്കകത്തിടാൻ. ഓർഡർ ഇട്ടേ. പക്ഷെ അല്പ മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ തിരിച്ചൊരു ഓർഡർ. നിനക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ, നിന്റെ ദൈവത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ വീട് ഹല്ലേലൂയ കുപ്പത്തൂണാക്കി കളയുമെന്ന്. ഹല്ലേലൂയ. അവനെ നശിപ്പിക്കണമെന്ന്. നോക്കിക്കേ, നീ ഈ പ്രമാണം മുറുകെ പിടിച്ച് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നീ വചനത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ ചരിത്രം തിരിയും. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഇത് വിട്ടുമാറാതെ, ഏതു രോഗത്തിൻ്റെ നടുവിലും ഇത് വിട്ടുമാറാതെ നിങ്ങൾ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ വീടിനകത്ത് വെളിപ്പെടും. ഈ വിധത്തിൽ രക്ഷിപ്പാൻ ഹല്ലേലൂയ, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്, അവിടെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, മറ്റൊരു ദൈവവും ഇല്ലായ്ക കൊണ്ട്. നിങ്ങളൊന്ന് ഇങ്ങനെ ചിന്തിക്കണേ, നിങ്ങളുടെ ദേശത്തിലുള്ളവർ ഇനി അങ്ങനെ പറയാൻ തുടങ്ങുക. നിങ്ങളുടെ ചാർച്ചക്കാരത് പറയാൻ തുടങ്ങുക. കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു, ഹല്ലേലൂയ, ദേ ഇറങ്ങിപ്പോയിട്ടുണ്ട്, പെന്തക്കോസിൽ പോകുന്നു, പാട്ട് പാടുന്നു, നശിച്ചു പോകത്തേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു പ്രയോജനവും കാണത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞവരില്ലേ, ഇവരെ കൊണ്ട് തമ്പുരാൻ തിരുത്തുവെന്ന്.
ഇവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുമെന്ന് നീ വിശ്വസിക്കാമെങ്കിൽ, നീ പറയാമെങ്കിൽ, ഹല്ലേലൂയ, രാജാവേ, നീ തീയുടെ ചൂട് എത്ര വലിയ കൂട്ടിയാലും ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അവരുടെ ദൃഢമായ അവരുടെ ഉറപ്പാത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയോ? ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടിവിപ്പാൻ കഴിയോ? ഒന്ന് വായി തുറന്ന് പറഞ്ഞാട്ടെ, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് എന്നെ വിടിവിപ്പാൻ കഴിയോ? ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് എൻ്റെ പ്രശ്നത്തിനകത്തുനിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയോ? സുജാന്റി പറഞ്ഞു, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് ഹല്ലേലൂയ എന്നെ വിടിവിപ്പാൻ കഴിയും. മറ്റൊരുവനിലും രക്ഷയില്ല. നീ ആരാധിക്കുന്ന ദൈവത്തിന് ഏത് ദൈവമക്കളെ, ഏത് വലിയ പ്രശ്നമാണെങ്കിലും, ഇവർ അനുഭവിച്ച പ്രശ്നമൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇത്രയും വലിയ പ്രശ്നമൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഹല്ലേലൂയ. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, ചെറിയ പ്രതികൂലം വരുമ്പോൾ, ഒരു സഹോദരിയുടെ മുന്നിലാ പത്രോസ് തള്ളിപ്പറഞ്ഞത് 3 വട്ടം. ഹല്ലേലൂയ. 3 വട്ടം തള്ളിപ്പറയുക. ഒത്തിരി കൂടെ നടന്ന വ്യക്തിയാ, ഒത്തിരി വിടുതൽ അനുഭവിച്ച വ്യക്തിയാ. പക്ഷേ ഒരു ചെറിയ പ്രതികൂലം വന്നപ്പോൾ താൻ തള്ളിപ്പറയുകയാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, തീയുടെ ചൂട് എത്ര വലിയതായി കൂടിയാലും, ഹല്ലേലൂയ, നീ പറയണം, എന്നെ വിടിവിപ്പാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് വിശ്വാസത്തിലിരിക്കുന്ന പലരും ഇതിനകത്തുണ്ട്. വീടിനകത്ത് ഭയങ്കര പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഹല്ലേലൂയ എനിക്കൊരു പ്രെയർ റിക്വസ്റ്റ് കിട്ടി. വീടിനകത്ത് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നൊരു ആൻറ്റി, അന്ന് രാത്രി ആൻറ്റിയുടെ ഹസ്ബൻഡ് മദ്യപിച്ചിട്ട് കയറി വന്നു. ആൻറ്റി ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. തന്നെ ഒത്തിരി ഉപദ്രവിച്ചു. താൻ വായിച്ചിരുന്ന ബൈബിൾ എടുത്ത് കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. ആൻറ്റി ഒത്തിരി വേദനയോടെ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ ആൻറ്റി, വിശ്വസിക്ക്, നീ സേവിക്കുന്ന ദൈവത്തിന് വിടിവിക്കുവാൻ കഴിയും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേർ അതേ അനുഭവത്തിലൂടെ കടന്നു പോയവരുണ്ടാവും. ഒത്തിരി പ്രതികൂലത്തിൽ കടന്നു പോകുന്നവരുണ്ട്. എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളെ വിടിവിപ്പാൻ ദൈവത്തിന് കഴിയും. ഉദയാൻറ്റി വിശ്വാസത്തോടെ മുറുകെ പിടിച്ചാൽ മതി. സേവിക്കുന്ന ദൈവത്തിന് വിടിവിപ്പാൻ കഴിയും. തീച്ചൂളയുടെ നടുവിൽ കൈവിടത്തില്ലെന്നേ രാജാവ് തിരുത്തി പറഞ്ഞെങ്കിൽ, രാജാവിന് മനസ്സിലായെങ്കിൽ, ഞാൻ പറയാം, നിന്റെ കൂടാരത്തിലുള്ളവർക്ക് മനസ്സിലാകും നീ ആരാധിക്കുന്ന ദൈവത്തിന് എന്തോ വലിയ പ്രത്യേകതയുണ്ടെന്ന്. നീ ആരാധിക്കുന്ന ദൈവത്തിന് എന്തോ വലിയ ഹല്ലേലൂയ വിടുതൽ തരാൻ കഴിവുണ്ടെന്ന്. ഉദയാന്റെ പരിശുദ്ധാത്മ ശക്തമായി ഇടപെടുന്നു. വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിന്നു. കർത്താവ് വലിയവ ചെയ്യും. കർത്താവ് ചിലതിനെ കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. ഈ വിധത്തിൽ രക്ഷിക്കുവാൻ, ഈ വിധത്തിൽ വിടുവിക്കുവാൻ, ഹല്ലേലൂയ, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന ചില വിടുതലുകളെ നൽകുവാൻ, നീ ആഗ്രഹിക്കുന്ന ചില ദൈവപ്രവൃത്തികളെ നൽകി നിന്റെ കൂടാരത്തിനകത്തൊരു ദൈവ മഹത്വം വെളിപ്പെടുത്തുവാൻ നീ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം നമ്മൾ പഠിച്ചാൽ, വചനം നമ്മൾ പരിശോധിച്ചാൽ, വളരെ കഷ്ടതയിലെ നടുവിലൂടെ കടന്നുപോയ ഭക്തരെ നമുക്ക് കാണാം. ഒത്തിരി പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ. ഹല്ലേലൂയ. അതിൻ്റെയൊക്കെ ഒരു 10% പോലും നമ്മൾ പോയിട്ടില്ല. പക്ഷെ എത്രയോ തവണ ഹല്ലേലൂയ തള്ളിപ്പറഞ്ഞു, എത്രയോ തവണ പിറുപിറുത്തു, എത്രയോ തവണ ചോദ്യങ്ങൾ ചോദിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ പറയണം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്
ഞങ്ങളെ വിടിവിപ്പാൻ കഴിയും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഈ ആഴ്ച ചിലരുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ കരം ശക്തമായി ഇറങ്ങുകയാ. കർത്താവിൻ്റെ കരം ശക്തമായി ഇറങ്ങുന്നു. ഞാൻ ആത്മാവിൽ കാണുകയാ. ദൈവത്തിൻ്റെ കരം ശക്തമായി ഇറങ്ങുന്നു. മനുഷ്യനെ നീ പ്രാർത്ഥിച്ചോ? എനിക്കറിയത്തില്ല. ആത്മാവിനോട് പ്രവചിക്കുന്നു, ഈ ഒരാഴ്ച നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആഴ്ചയാണെന്ന് പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുകയാ. ചില മേഖലകളിൽ നീ പോലും അറിയാതെ ഈ വിധത്തിൽ രക്ഷിക്കുന്ന കർത്താവിൻ്റെ കരമിറങ്ങുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. നിന്റെ ശരീരത്തിനകത്തു നിന്ന് അനാവശ്യമായ ചില രോഗത്തിൻ്റെ സ്പിരിറ്റുകൾ ഇപ്പോൾ അഴിഞ്ഞു മാറുന്നു. ചൂടാലാമന ഹസ്തലാദകക്ഷ പ്രബരഘടകസിയ യേശുവിൻ്റെ നാമത്തിൽ വാക്തത്വമുള്ള നിന്നെ ചുരുട്ടിക്കൂട്ടുവാൻ പിശാചൊരുക്കുന്ന ചില രോഗത്തിൻ്റെ സ്പിരിറ്റുകളെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഈ രാത്രി അഴിച്ചു മാറ്റുന്നെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുന്നു. ഈ വിധത്തിൽ രക്ഷിക്കുവാൻ എന്തോ ആത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുകയാണ്. ഹല്ലേലൂയ. ശന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിന് അവർക്ക് ഒറ്റ വിശ്വാസമേ ഉള്ളൂ, ഒറ്റ ഉറപ്പ്. ഹല്ലേലൂയ. ഇനി എന്തു വന്നാലും രാജാവിൻ്റെ ഡിമാൻഡിനകത്ത് ഞങ്ങൾ ഹല്ലേലൂയ കൈ കൊടുക്കത്തില്ല. രാജാവിൻ്റെ ഡിമാൻഡിന് ഹല്ലേലൂയ ഞങ്ങൾ എഗ്രി ചെയ്യത്തില്ല. രാജാവ് പറയുന്നിടത്ത് ഹല്ലേലൂയ എന്നെ കിട്ടത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, അങ്ങനൊരു ഉറപ്പുണ്ടാകണം. എന്ത് പ്രതിസന്ധി വന്നാലും പിശാച് ഒരുക്കുന്ന ഒരു പദ്ധതിക്കകത്തും എന്നെയോ എൻ്റെ തലമുറയെയോ പിശാച് ഒരുക്കുന്ന സാധ്യതകൾക്കകത്ത് എന്നെയോ എൻ്റെ തലമുറയോ വീഴ്ത്താൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പിശാച് ഒരുക്കുന്ന കെണിക്കകത്ത്, പിശാച് കൊണ്ടുവരുന്ന പ്രതികൂലത്തിന് അകത്ത് ചില തീച്ചൂളൊക്കെ എന്തിനാ തരുന്നെന്നറിയാമോ? ഇത് പിശാചിന് ഭയങ്കര ഒരു പദ്ധതിയായി. എന്താ? നിന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുക. ഹല്ലേലൂയ. നീ എത്രത്തോളം ആഴത്തിൽ ദൈവസന്നിധിയിൽ അടുക്കുന്നു, ദൈവത്തോട് എത്രത്തോളം ആഴത്തിൽ അടുക്കുന്നു, ഇത് മനസ്സിലാക്കുവാൻ, ഇത് തിരിച്ചറിയുവാൻ ഹല്ലേലൂയ പിശാച് ഒരുക്കുന്ന ചില പദ്ധതികളാ. പക്ഷെ കൃപയുള്ള ദൈവജനം ആത്മാവിൽ ഇത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. വചനം എഴുതി വെച്ചിരിക്കുക, പൈശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില രോഗങ്ങൾ വരുമ്പോൾ, ചില കഷ്ടതകൾ നിന്റെ അകത്ത് കൊണ്ടുവന്നിടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ മാറ്റി നിർത്താൻ, നിന്നെ ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ വേർപിടിപ്പിക്കാൻ. പക്ഷേ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ച് പറയാം, നീ പറയണം, പിശാചേ, നീ ഒരുക്കുന്ന ഒരു പദ്ധതിക്കും ഹല്ലേലൂയ എന്നെയോ എൻ്റെ വാക്തത്വത്തെയോ എൻ്റെ തലമുറയെ തൊടാൻ കഴിയത്തില്ല. നിനക്ക് വേണ്ടി ഒരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു പൈശാചിക മേഖലയ്ക്കോ ഹല്ലേലൂയ നിന്നെ ഒതുക്കിക്കളയാൻ വലിയ വാക്തത്വങ്ങളും വലിയ പ്രോമിസുകളും ഒക്കെ കിടക്കുന്നേ. അപ്പം ഞാൻ പറയാം, അങ്ങനെയുള്ള നിന്നെ ഏതെങ്കിലും തീച്ചുളയ്ക്ക് ഒതുക്കാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. ഒരു തീച്ചുളയ്ക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. രേഖ എഴുതിയെന്ന് ഇതേ പുസ്തകത്തിൽ തന്നെ ദാനിയേലിൻ്റെ അനുഭവം എഴുതി വെച്ചത് രേഖ എഴുതിയിരിക്കുക. ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് തോന്നി, ഞാൻ കഴിഞ്ഞിടെ എവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു പദമുണ്ട്, രാജാവ് തീറ്റിപ്പോറ്റുന്ന സിംഹമല്ല നിന്റെ കാര്യം തീരുമാനിക്കുന്നത്. ഹൂറാബ ശംദല പ്രബരഘടകസിയ അർദ്ധലാജകക്ഷ പ്രബരഘടകസിയ. രാജാവ് ഫുഡ് കൊടുത്ത സിംഹം പലതിനെയും കടിച്ചീറിയ ചരിത്രം ഉണ്ടാകും, പലതിനെയും തിന്ന ചരിത്രം കാണും. ആ കൂടെ ഹാലേലി ഗുഹയ്ക്കകത്ത് ഹാലേലി വീണ ഒരെണ്ണത്തെ പോലും ബാക്കി വെച്ചിട്ടില്ലായിരിക്കും. പക്ഷെ ഞാൻ പറയാം, നിൻ്റെ കാര്യത്തിന് അല്പം മാറ്റമുണ്ട്, നിൻ്റെ കാര്യത്തിന് അല്പം മാറ്റമുണ്ട്. ദാനിയേലേ, നിന്നെപ്പറ്റി ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഏതെങ്കിലും രാജാവ് ഓടറുന്ന സിംഹത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് ചിലതിൻ്റെയൊക്കെ വായെ അടച്ച്, എന്തോ പരിശുദ്ധാത്മാ പദം പ്രവചിക്കുന്നു, ചിലതിൻ്റെയൊക്കെ വായെ അടച്ച്
നിനക്കെതിരെ ഓർഡർ ഇടുന്നവന്റെ വായെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം അടയ്ക്കുകയാ. നിനക്കെതിരെ നിൽക്കുന്ന ദേശാധിപതി ശക്തികളുടെ വായെ അടച്ച് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം തീരാതെ ഒരു തീച്ചൂളയ്ക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ. തീയുടെ ചൂട് എത്ര അധികം കൂടിയാലോ, എത്ര അധികം കൂടിയാലോ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ വാഗ്ദത്തം അവസാനിക്കാതെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി അസാധാരണമായ കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചോ. കർത്താവിനോട് പറ, എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അവസാനിക്കാതെ ഈ കാണുന്ന തീച്ചൂളയ്ക്ക്, ഈ കാണുന്ന പ്രതിസന്ധിക്ക് എന്നെ തകർക്കാൻ കഴിയത്തില്ല. മോളെ, നീ വിശ്വസിച്ചോ? നീ ഇന്ന് രാത്രി പ്രാപിച്ചോ? നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം അവസാനിക്കാതെ ഒരു പൈശാചിക മേഖലകൾക്കും ഒരു തീയുടെ ചൂടിനും ഒരു പൈശാചിക പദ്ധതിക്കും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. കാരണം ഹല്ലേലൂയ, നാലാമനായ ഒരു ദൈവ സാന്നിധ്യം നിന്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങുകയാ. ഇന്ന് രാത്രി ചിലരുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങുക കേട്ടോ. ഹല്ലേലൂയ, ചിലരുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങുകയാ. നിനക്കൊറ്റയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ ചൂട്, നിനക്കൊറ്റയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ ചൂട്. നിന്നെ കവർ ചെയ്യുന്ന നിന്റെ രോമത്തിന് പോലും ഒരു കേടും പറ്റാതെ, നീ വെന്തു പോകാതെ നിന്നെ കവർ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില പ്രശ്നത്തിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു. ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില പ്രതികൂലത്തിനകത്ത് എന്തോ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന ചില വിഷയത്തിനകത്ത് സുജാൻഡി സ്വീകരിച്ചോ? ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി കർത്താവിന്റെ ദൂതൻ ഇറങ്ങുകയാ. നീ ഒറ്റയ്ക്കല്ല ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്, നീ ഒറ്റയ്ക്കല്ല ആ വിഷയം ഫേസ് ചെയ്യുന്നത്. നിന്റെ കൂടെ നാലാമനായി ഹല്ലേലൂയ, നിന്റെ കൂടെ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ കേട്ടോ. നിന്റെ കൂടെ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുകയാ. ഈ വിഷയത്തെ നീ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണ്ട. ഈ വിഷയത്തെ നീ ഒറ്റയ്ക്ക് ഹല്ലേലൂയ കൈകാര്യം ചെയ്യണ്ട. ഈ പ്രശ്നത്തെ നീ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണ്ട. ഹല്ലേലൂയ, ഇതിനകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ചിലരൊക്കെ ഇന്ന് രാത്രി പുറത്തു വരികയാ. പിശാചിന്റെ പദ്ധതിക്കകത്ത് നിന്ന് ആത്മാവിൽ ചിലർ പുറത്തു വരുന്ന ഞാൻ കാണുന്നു. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആത്മാവിൽ ചിലർ പുറത്തു വരികയാ. ആത്മാവിൽ എനിക്കറിയത്തില്ല നിങ്ങളുടെ അകത്ത് ഈ വചനം എത്രത്തോളം കയറിയെന്ന്. ഈ വിധത്തിൽ രക്ഷിക്കുവാൻ, ഈ വിധത്തിൽ നിന്നെ വിടിവിപ്പാൻ ഹല്ലേലൂയ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്റെ പ്രശ്നത്തിനകത്ത് ഈ ആഴ്ച ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കുവാൻ പറ്റുന്നവർ, എനിക്കറിയത്തില്ല. ഈ ആഴ്ച ചില വിഷയത്തിനകത്തു നിന്ന് കയറി വരികയാ. ഈ ആഴ്ച അടുത്ത 8 ദിവസം വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത സൺഡേക്ക് മുന്നേ നിന്റെ വിഷയത്തിനകത്ത്, നിന്റെ പ്രതികൂലത്തിനകത്ത് നിന്റെ കൂടെ നടക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം കഴിഞ്ഞ ചില മണിക്കൂറുകൾ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്തതിന് മുന്നേ നീ പറഞ്ഞില്ലേ, കർത്താവേ ഞാൻ ഈ വിഷയത്തിനകത്ത് ഒറ്റയ്ക്കാണ്, ഈ വിഷയത്തിനകത്ത് ഞാൻ ഒറ്റയ്ക്കാ, ഈ പ്രതികൂലത്തിനകത്ത് ഞാൻ ഒറ്റയ്ക്കാ, ഈ പ്രതിസന്ധിക്കകത്ത് ഞാൻ ഒറ്റയ്ക്കാ. നോ, നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ, ഈ പ്രശ്നത്തിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട. കൂടാരത്തിനകത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന യേശുവിന്റെ നാമത്തിൽ കാരാഗ്രഹത്തിനകത്താണെങ്കിലോ, പ്രതികൂലത്തിനകത്താണെങ്കിലോ, പൊട്ടക്കിണറിനകത്താണെങ്കിലോ, കഷ്ടതയുടെ നടുവിലാണെങ്കിലോ, കൊടുങ്കാറ്റ് വന്ന് നിന്നെ തകർക്കാൻ നോക്കുന്ന സാഹചര്യത്തിലോ,
ഈ വിധത്തിൽ നിന്നെ രക്ഷിക്കുവാൻ, ഈ വിധത്തിൽ നിന്നെ വിടുവിക്കുവാൻ ഹല്ലേലൂയ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഈശാനമൂലന്റെ കൊടുങ്കാറ്റടിച്ച് ഒരുപക്ഷെ നീ തകർന്നെന്ന് തോന്നുമ്പോ നിന്റെ പടക് മുങ്ങിപ്പോകാതെ, നിന്റെ ഹല്ലേലൂയ നിന്റെ ജീവിതം അവസാനിപ്പിക്കാതെ, നിന്റെ ജീവിതത്തെ ഹല്ലേലൂയ ഒരു കേടും മാറാതെ, ആത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുക, ഒരു കേടും നിനക്ക് വരത്തില്ല, ഒരു കേടും നിനക്ക് വരത്തില്ല, ഒരു പ്രദോഷവും നിനക്കുണ്ടാകത്തില്ല. ഹല്ലേലൂയ, ഒരു ദോഷവും. ആത്മാവിനുണ്ടെന്നു പ്രവചനാത്മാവിൽ കൈമാറുന്നു. വെന്തുപോകുന്ന ചില വിഷയങ്ങൾ തീ പോലെ ഹല്ലേലൂയ അങ്ങനെയുള്ള ചില പ്രശ്നത്തിനകത്തൂടെ കടന്നു പോകുന്ന ആരെയോ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ശക്തമായി തൊടുകയാ. ഹല്ലേലൂയ, അതിനകത്ത് കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. നീ വെന്തു പോകത്തില്ല, നീ വെന്തു പോകത്തില്ല. ഹല്ലേലൂയ, നീ വെന്തു പോകത്തില്ല. അതിനകത്ത് നിനക്കൊരു വിടുതലുണ്ട്, അതിനകത്ത് നിനക്കൊരു വിടുതലുണ്ട്. ഈ തീച്ചൂളക്കകത്ത് നിനക്കൊരു വിടുതലുണ്ട്. ഈ തീച്ചൂളയുടെ നടുവിൽ നിനക്കൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഈ തീച്ചൂളയുടെ നടുവിൽ ഹല്ലേലൂയ നീ പോലും അറിയാത്തൊരു വിടുതലോ. എനിക്കറിയത്തില്ല, കഴിഞ്ഞ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പദം പറയുന്നു, ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിക്കകത്ത് നിനക്കൊരു വിടുതൽ ഒളിഞ്ഞിരിപ്പുണ്ട്, നിനക്കൊരു ദൈവപ്രവൃത്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ തകർച്ചയും ഈ പ്രതികൂലവും നിന്റെ അവസാനമല്ല. ആർക്കും വെളിപ്പെടാത്ത, ആർക്കും കാണാൻ കഴിയാത്ത ഹല്ലേലൂയ തീച്ചൂളയുടെ നടുവിലോ ഹല്ലേലൂയ, തീച്ചൂളയുടെ നടുവിലോ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി മറഞ്ഞിരിപ്പുണ്ട്. പ്രതികൂലത്തിന്റെ നടുവിലോ നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി. പിശാച് പറയുന്ന ഈ കഷ്ടതയ്ക്കകത്താ, പിശാച് പറയുന്ന ഈ പ്രതികൂലത്തിനകത്താ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പറയണം, നോ, ഇതിനകത്ത് എനിക്കൊരു വിടുതലുണ്ട്, ഇതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഇതുപോലെ നീ കടന്നു പോകുന്ന പ്രശ്നത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. വെറുതെ ഒരു കഷ്ടത നിന്റെ ജീവിതത്തിനകത്ത് വരത്തില്ല, വെറുതെ ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിനകത്ത് വരത്തില്ല, വെറുതെ ഒരു സങ്കടം നിന്റെ ജീവിതത്തിന്റെ യാത്രയിൽ വരത്തില്ല. അതിനകത്തൊരു ദൈവപ്രവൃത്തി, അതിനകത്തൊരു ദൈവപ്രവൃത്തി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ആരെ നോക്കി പ്രവചിക്കുകയാ, വന്നതൊക്കെ വെറുതെ അല്ല. വന്നുപോയ കഷ്ടതകൾ, ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, ഈ ദിവസങ്ങളിൽ നീ പോകുന്ന വെറുതെ ഒരു കഷ്ടത വരത്തില്ല, വെറുതെ ഒരു പ്രതികൂലം വരത്തില്ല, വെറുതെ ഒരു പ്രതിസന്ധി വരത്തില്ല. അതിനകത്ത് എന്തോ ഒരു ദൈവപ്രവൃത്തി, അതിനകത്ത് എന്തോ ഒരു ദൈവപ്രവൃത്തി. ആത്മാവനോട് പ്രവചിക്കുന്നു, 3 പേരും, നിങ്ങൾ 3 പേരും ദൈവരാജ്യത്തിന് നിൽക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച തീച്ചൂളയുടെ നടുവിൽ വെളിപ്പെടുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പറയണം, വെറുതെ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രശ്നം വരത്തില്ല, വെറുതെ എൻ്റെ ലൈഫിനകത്ത് ഒരു തീച്ചൂള വരത്തില്ല. ഈ തീച്ചൂളക്കകത്ത് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഈ തീച്ചൂളക്കകത്ത് എന്തോ ഒരു വിടുതലുണ്ട്. ഈ തീച്ചൂളക്കകത്ത് ഒരു 4-ാം യാമം നിനക്കുണ്ടെങ്കിൽ അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. അത് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, അത് നീ മുങ്ങിപ്പോകാതെ, അത് നീ ഹല്ലേലൂയ ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ യേശുവിന്റെ നാമത്തിൽ കാണുന്നു. പ്രവചിക്കുന്നു, വെറുതെ ഒന്നും വരത്തില്ല, വെറുതെ ഒന്നും വരത്തില്ല. വരുന്നതിന്റെ ഒക്കെ നടുവിൽ എന്തോ വലിയ ദൈവപ്രവൃത്തിയുണ്ട്. വരുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ചിലർ തിരിച്ചറിയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി മറഞ്ഞിരിപ്പുണ്ട്.
ദമനാരകക്ഷ പ്രവരഘടകസിയ അർദ്ധരാജഗന്ധലം വൈഡബാലവശാല പ്രവരഘടകസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീച്ചൂള വന്നെങ്കിൽ നീ വിശ്വസിക്കുക, അതിനകത്ത് എനിക്കൊരു വിടുതലുണ്ട്. പ്രതികൂലം വന്നെങ്കിൽ നീ വിശ്വസിക്കുക, അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്. തകർച്ച വന്നെങ്കിൽ നീ വിശ്വസിക്കുക, അതെന്റെ ആത്മഹത്യക്കല്ല, അതിന്റെ നടുവിൽ എനിക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രവചിക്കുന്നു, വെറുതെ നിന്റെ വീടിനകത്തൊന്നും വരത്തില്ല. വെറുതെ നിനക്ക് ഒരു പ്രതികൂലം ഉണ്ടാകത്തില്ല. നീ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിനെന്തോ വലിയൊരു ദൈവപ്രവൃത്തി ചെയ്യാനുണ്ട്. എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി ചെയ്യാനുണ്ട്. പത്രോസേ, വെറുതെ അല്ല ഈ കാരാഗ്രഹം വന്നത്. ഈ കാരാഗ്രഹത്തിന്റെ അകത്തു നിന്ന് ഒരു വലിയ ദൈവപ്രവൃത്തി. ഇന്ന് എത്ര പേരത് സ്വീകരിക്കുന്നുണ്ട്? എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ വന്ന തീച്ചൂള വെറുതെ അല്ല. ഇതിന്റെ നടുവിൽ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഈ വിധത്തിൽ വിടുവിപ്പാൻ, ഹല്ലേലൂയ, തീയുടെ നടുവിൽ ഇറങ്ങി വന്നെന്നെ വിടുവിപ്പാൻ, അതിന്റെ നടുവിൽ വെന്തു പോകാതെ എന്നെ സൂക്ഷിക്കുവാൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്തൊരു ശൂന്യത വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ശൂന്യത വന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെ അല്ല, ഇരട്ടിയായി നിനക്ക് ചിലത് തരാനാ. യോബേ, ഒരു ശൂന്യത വന്നത്, യോബേ ഒരു തകർച്ച വന്നത്, യോബേ ഒരു ഹല്ലേലൂയ ഒരു സീറോയായി പോയ സാഹചര്യം വന്നെങ്കിൽ അവിടുന്ന് നിനക്ക് വേണ്ടി ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഈ സീറോയ്ക്കകത്ത് നിന്ന് നിനക്ക് വേണ്ടി ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടാനുണ്ട്. സകലരും നിന്ദിച്ചു പരിഹസിച്ചു പോയി ചത്തുകളയാൻ വരെ പറഞ്ഞു. പക്ഷെ നാവുകൊണ്ട് അതരം കൊണ്ട് പാപം ചെയ്യാതെ തനതിനെ മുറുകെ പിടിച്ചപ്പോൾ ആ ശൂന്യതക്കകത്ത് നിന്ന് ഒരു ദൈവമഹത്വം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, ശുശ്രൂഷയിൽ എവിടെങ്കിലും ക്ഷീണിച്ചു പോയോ, ശുശ്രൂഷയിൽ എവിടെങ്കിലും തളർന്നു പോയോ, അതിനകത്ത് ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ട്. അതിനകത്ത് നീ ദൈവത്തിന് എന്തോ പ്രവർത്തിക്കാനുണ്ട്. ചില തകർച്ചകൾ നിനക്ക് വലിയ അനുഗ്രഹത്തിനാ, ചില പ്രതികൂലം നിനക്ക് നന്മയ്ക്കാ. ഇന്ന് ഞാൻ ആത്മാവിൽ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാ. ഈ ആഴ്ച നിങ്ങൾ ആത്മാവിൽ ധൈര്യത്തോടെ പറയണം, ഞാൻ കടന്നു പോകുന്ന പ്രശ്നം എന്റെ ഹല്ലേലൂയ തകർച്ചയ്ക്കല്ല. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല വന്ന ഈ കഷ്ടത. ഇതിനകത്തു നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ, ഇതിനകത്തു നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, വെറുതെ ഒരു കഷ്ടത നിന്റെ വീടിനകത്ത് വരത്തില്ല, വെറുതെ ഒരു പ്രതികൂലം നിന്റെ വീടിനകത്ത് വരത്തില്ല, വെറുതെ ഒരു രോഗം നിന്റെ ശരീരത്തിനകത്ത് വരത്തില്ല. അതിനകത്തൊരു ദൈവപ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു ഹല്ലേലൂയ മഹത്വം വെളിപ്പെടാനുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. കരമടിച്ച് ആത്മാവിലെ 40 മിനിറ്റുകൾ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നീ കടന്നു പോകുന്ന പ്രതികൂലത്തിനകത്തും ഒരു ദൈവമഹത്വം ഇറങ്ങുന്ന ആഴ്ചയായത്. നീ ഹല്ലേലൂയ അഭിമുഖീകരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു ദൈവമഹത്വം വെളിപ്പെടുന്ന ആഴ്ചയായത്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുക, നിന്റെ തകർച്ചയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ. നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല, നിന്റെ തലമുറ തകർന്നു പോകത്തില്ല. നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ മഹത്വം വെളിപ്പെടുവാൻ. ചില തലമുറകളുടെ മേലൊക്കെ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ കാണുന്നു. ചില തലമുറകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല, നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, തലമുറ നശിച്ചു പോകത്തില്ല, നിന്റെ കുടുംബം തകർന്നു പോകത്തില്ല, നിന്റെ മിനിസ്ട്രി തകർന്നു പോകത്തില്ല. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാ. ഈ വിധത്തിൽ വിടുവിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ ആഴ്ച ഹല്ലേലൂയ ഈ വിധത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിനകത്ത് വിടുവിപ്പാൻ ദൈവത്തിന് കഴിയും. കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഈ ആഴ്ച ഉണ്ടാകട്ടെ. ഇവർക്ക് വേണ്ടി ദൈവ മഹത്വം ഈ ആഴ്ച ഇറങ്ങട്ടെ. ഇവരുടെ ലൈഫിനകത്ത് ദൈവിക വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവ പ്രവൃത്തി ഉണ്ടാകട്ടെ. ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരട്ടെ. പ്രാരംഭ നിമിഷം മുതൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവർക്കായി എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം, വിടുതലായി വെളിപ്പെടണം. ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയദാസിയെ ബലപ്പെടുത്തണമേ. വചനം വായിച്ച ദൈവദാസിയെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആഴ്ച ഇവരാ വിടുതൽ അനുഭവിക്കട്ടെ, ഇവരാ നന്മ കാണട്ടെ. ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു കർത്താവ് നിങ്ങൾക്കുണ്ട്. ആമേൻ. നിങ്ങളുടെ പ്രശ്നത്തിനകത്ത്, നിങ്ങളുടെ പ്രതികൂലത്തിനകത്ത് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ചയിലും ഇതേ ലിങ്കിൽ ഇതേ സമയത്ത് നമ്മൾക്ക് ഒരുമിച്ച് കൂടുവന്ന് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സാക്ഷ്യവാചകങ്ങൾ, വിടുതലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് തന്ന ആ വിടുതലുകൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ഈ മിനിറ്റുകൾ ഞാൻ അതിനുവേണ്ടി വേർതിരിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലസ് യു.